വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ റെസിപ്പീസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സദ്യ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഈ റെസിപ്പീസൊക്കെ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഓണസദ്യ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ പുളിയിഞ്ചി നമ്മൾ തലേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ സദ്യ ഏത് ദിവസമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തലേ ദിവസം വേണം നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടോ. അപ്പോഴാണ് പുളിയിഞ്ചിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിയാണ് ഇപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. നാളെയാണ് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളി നമ്മൾ നന്നായിട്ട് തന്നെ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ പുളി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒപ്പം വേണം നമ്മൾ ഫസ്റ്റിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കുഞ്ഞേതാക്കിയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്കിനി പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് പുളി നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളം നന്നായിട്ട് തന്നെ ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പുളിയിലേക്ക് കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് നമുക്ക് എത്രയാണോ ഇതിൽ നിന്നും പുളിവെള്ളം കിട്ടുന്നത് അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് പുളിവെള്ളം കിട്ടും. അപ്പോൾ പുളിവെള്ളം കിട്ടുന്ന അത്രയും നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റിലാണ് നമ്മൾ നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ നല്ല പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുളി നന്നായിട്ട് വെള്ളം കിട്ടുന്ന അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ നന്നായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടാലും മതി കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഉരുക്കി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ അതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ശർക്കര ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ടോട്ടൽ ഇതിലേക്കൊരു 6 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി കിട്ടണം നമുക്ക്. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ നല്ല പോലെ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ പുളിയിഞ്ചി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പകുതി വേവാകുമ്പോൾ ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 10ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. ഒരുപാട് അരയരുത്. നമ്മുടെ അവിയലിനാകുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് മമ്പയറാണ്. അപ്പോൾ മമ്പയർ നമ്മൾ ഒരു 4-5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വിസിലൊക്കെ ചിലപ്പോൾ ഓരോ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും 2 മുളകും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 കപ്പ് തേങ്ങയും 1/4 ഗ്ലാസ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഈ ഒരു മത്തങ്ങ എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മത്തങ്ങ എരിശ്ശേരിയുടെ ഹൈലൈറ്റ് തന്നെ ആ തേങ്ങ വറുത്തിടുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതായത് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു അരപ്പ് നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുമ്പളങ്ങ ഓലൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള മമ്പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മമ്പയർ ഇവിടെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയും നമുക്കിനി വേവിച്ചെടുക്കാനുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളിവിടെ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുമ്പളങ്ങയും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് വെള്ളരിക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. മുളക് 1 എടുത്തിട്ടുണ്ട്. കടുക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. തൈര് ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അരപ്പ് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആയപ്പോൾ കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് കൂട്ടുകറിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകറിയുടെയും സാമ്പാറിൻ്റെയും റെസിപ്പിയിൽ ചെറിയ വീഡിയോസൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകറിയുടെ റെസിപ്പിയൊക്കെ. അപ്പോൾ കൂട്ടുകറിയും സാമ്പാറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക വേണ്ടവർ. അപ്പോൾ അത് ഇതിൽ നിന്ന് മിസ്സായി പോയതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പായസം തയ്യാറാക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സേമിയ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനുണ്ട്.
സേമിയ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വേറൊരു പ്ലേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സാബൂനരിയാണ് കേട്ടോ, സാബൂദാൻ എന്നൊക്കെ പറയും. അപ്പോൾ അതും നമ്മൾ പാനിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ നമ്മൾ സാബൂനരിയും സേമിയനൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സാബൂനരിയും സേമിയനും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളക്കണം. തിളക്കുന്ന സമയത്ത് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കായ പഞ്ചസാരയും കൂട്ടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പാകത്തെ തിക്നെസ്സിൽ ഇത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സേമിയ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡിയായി. വെള്ളരിക്ക കിച്ചടി, കൂട്ടുകറി, ബീട്രൂട്ട് പച്ചടി, കുമ്പളങ്ങ ഓലൻ, സാമ്പാർ, മത്തങ്ങ എരിശ്ശേരി, പുളിയിഞ്ചി, അവിയൽ, പപ്പടം, സേമിയ പായസം. അപ്പോൾ നമ്മൾ ഇത്രയും വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ്. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മൾ കൂട്ടുകറിയുടെയും അതുപോലെ തന്നെ സാമ്പാറിൻ്റെയും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഓണം റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാർ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു.